അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? അബ്യൂസ് ചെയ്ത് പരിചയമുണ്ട്. ഞാൻ ഇല്ല. അവരുടെ മൈൻഡ് സെറ്റ് അറിയോ? അതുകൊണ്ട് നമുക്കറിയാം. അതെങ്ങനെ അറിയാം? ഞങ്ങൾ ബസ്സിൽ അതെങ്ങനെ മാഡത്തിന് അബ്യൂസറുടെ മൈൻഡ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരാൾ അടുത്ത് വന്ന് നിന്ന് അവന്റെ കൈ അനങ്ങിയാൽ നമുക്കറിയാം. വ്യാജ പരാതിക്കാരുടെ മൈൻഡ് സെറ്റ് അറിയാം. വ്യാജ പരാതിക്കാരുടെ മൈൻഡ് സെറ്റ് എനിക്കറിയാം. എത്ര പേരാണ് വ്യാജ പരാതി? നമ്മളെ കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി വ്യാജ പരാതിയിൽ കുടുങ്ങിയ ആളാണ്. നിവിൻ പോളി എന്ന വ്യക്തി കൊച്ചി നിൽക്കുമ്പോ ദുബായ് വെച്ച് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയോട് പോലീസ് ചോദിച്ചോ പെൺകുട്ടി എന്ത് പറഞ്ഞറിയോ? ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. ആ പെൺകുട്ടി പറഞ്ഞാണ് ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. 11 പേർക്കെതിരെ കള്ളപ്പരാതി എന്നിട്ടാണ് സാറ് പറഞ്ഞ ബാലേന്ദ്ര മേനോൻ സാർ കോടതിയിൽ പോയി. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു ആണിനും അഭിമാനമുണ്ട്. 11 പേർക്കെതിരെ വേറൊരു പെൺകുട്ടി 14 പേർക്കെതിരെ ഫേസ്ബുക്കിൽ പരാതി ഇടുകയാണ്. ഉടനെ മീഡിയക്കാരിൽ ഓടിച്ചെല്ലുന്നു. ആദ്യം ശ്രീ സിദ്ദിഖിനെതിരെ ഒരു ആരോപണം പറഞ്ഞു, രണ്ടാമത് വേറൊന്ന് പറഞ്ഞു, മൂന്നാമത് വേറൊന്ന് പറഞ്ഞു. ഈ മീഡിയക്കാരടക്കം നിൽക്കുമ്പോൾ ഗ്രാവിറ്റി കൂട്ടി എരിവും പുളിയും കൂട്ടി മാറി പറയുകയാണ്. എത്ര പേർക്കെതിരെ കള്ളപ്പരാതികൾ വന്നു നമ്മൾ കണ്ടതല്ലേ. അങ്ങനെ അവസാനമാണ് സാറ് പറഞ്ഞൊരു കാര്യം. ഹൈക്കോടതിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞു.